അല്ലാഹു ജല്ല ജലാലുഹു ഈമാനുള്ളവരെ വിളിക്കുകയാണ്, യാ ഇബാദീ, എന്റെ അടിമകളെ. ലോകം മുഴുക്കെ അടക്കി ഭരിക്കുന്ന രാജാവ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രവും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും മനുഷ്യനും മലക്കുകളും ജിന്നുകളും മൃഗങ്ങളും ഉറുമ്പുകളും ആനകളും എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ്, ആ ഹയ്യും ഖയ്യൂമുമായ രാജാവ്, ആ രാജാവ് പാവപ്പെട്ട ദുർബലരായ നമ്മെ, നമ്മുടെ ദൗർബല്യം ഞാൻ പറയണോ, നമ്മുടെ ശരീരത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലം മുഖം അല്ലേ? നമ്മുടെ ശരീരത്തിൽ ഫോട്ടോ പിടിക്കാൻ പറ്റാത്ത എത്ര സ്ഥലങ്ങളാണ്, കണ്ടാൽ വെറുപ്പുള്ള എത്ര സ്ഥലങ്ങളാണ്. ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം മുഖം. ആ മുഖത്ത് തന്നെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോ കണ്ണിൽ നിന്ന് വെള്ളം ഒലിച്ചാൽ അതിന്റെ രുചി പിടിക്കുന്നില്ല, മൂക്കുന്നൊലിക്കുന്ന വെള്ളം തീരെ ഇഷ്ടപ്പെടുന്നില്ല, വായിന്ന് വരുന്ന കഫം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇതല്ലേ നമ്മളെ പവറ്. നമുക്ക് പലപ്പോഴും ഞാൻ തരക്കേടില്ലെന്ന് തോന്നും, മറ്റവൻ നിസ്സാരനാണെന്ന് തോന്നും. അതിനൊന്നും നമുക്ക് അവകാശമില്ലല്ലോ സുഹൃത്തുക്കളെ. അതിന്റെ ഇപ്പുറത്താണെങ്കിലോ നമ്മൾ വലിയ മലം പേർന്നൊരു ടാങ്കിയും പേറി നടക്കുകയല്ലേ. എല്ലാവരുടെയും മുന്നിൽ കാണുന്നത് ഫോട്ടോ എടുക്കുമ്പോ ഉള്ളിലുള്ളത് പുറത്തില്ലാത്തത് കൊണ്ട് കുപ്പായം കാണുകയാണ്. ഉള്ളിലുള്ളത് വാസ്തവത്തിൽ മലത്തിന്റെ ടാങ്കിയല്ലേ. ആ ടാങ്കിയിൽ നിന്ന് ലിമിറ്റില്ലാതെ കുറച്ച് മലം ലൂസായങ്ങ് പോയാൽ മനുഷ്യൻ ബോധം കെട്ടി വീഴുകയല്ലേ. ഈ മനുഷ്യര് ഞാൻ തരക്കേടില്ലെന്ന് വിചാരിക്കാൻ വകുപ്പുണ്ടോ? ഞാനൊരു അഹങ്കാരിയാണെന്ന് വിചാരിക്കാൻ വകുപ്പുണ്ടോ? സുഹൃത്തുക്കളെ, താഴ്മയോടെ ജീവിക്കണം. അതാണ് റബ്ബിന്റെ അടിമ. അത് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ, അവര് ഭൂമിയിലൂടെ വളരെ താഴ്മയോടെ വിനയത്തോടെ നടന്നു പോകുന്നവരാണ്. വൈദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവരോട് വിവരമില്ലാത്തവർ അരുതായ്മ പറഞ്ഞാൽ, വിവരക്കേട് പറഞ്ഞാൽ, അവരുടെ മഹത്വം മനസ്സിലാക്കാതെ സംസാരിച്ചാൽ മഹാന്മാർക്ക് വിദ്വേഷമില്ല, വൈരാഗ്യമില്ല, അവരെ ശപിക്കലില്ല, അവർക്കെതിരെ പ്രാർത്ഥിക്കലില്ല. അത് വിവരമില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കി. ഖാലൂ സലാമാ. അവിടെ അവര് സമാധാനത്തിന്റെ വാക്ക് പറയുന്നു. ഒരിക്കലും അവര് പരസ്പരം തല്ലിക്കൂല, പരസ്പരം ഭിന്നിപ്പിക്കൂല, പരസ്പരം അനൈക്യമുണ്ടാക്കൂല. അവര് അവിടെ സമാധാനത്തിന്റെ വാക്ക് പറയും. അവരാണ് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മളെ വിളിച്ചല്ലോ. വളരെ ദുർബലരായിട്ട് പോലും ഈ നജസും പേറി നടക്കുന്ന നമ്മളെ വിളിച്ചല്ലോ, യാ ഇബാദി. എന്തേ കാരണം? നമുക്ക് ഈമാനിന്റെ വെളിച്ചമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വിളിച്ചു, യാ ഇബാദി അല്ലദീന ആമനൂ. വിശ്വസിച്ച അടിമകളെ, എന്റെ അടിമകളെ. ഇന്ന അർളീ വാസിഅ. എന്റെ ഭൂമി വളരെ വിശാലമാണ്. ഫഇയ്യായ ഫഅബ്ദൂൻ. അതുകൊണ്ട് എന്നെ തന്നെ നിങ്ങൾ ആരാധിക്കണേ. ഈ ഭൂമി ഇത്രയും വിശാലമായി നിങ്ങൾക്ക് കാർ ഓടിക്കാനും ട്രെയിൻ ഓടിക്കാനും കപ്പലോടിക്കാനും പ്ലെയിന് പറപ്പിക്കാനും എല്ലാറ്റിനും വിശാലമാക്കി തന്നില്ലേ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾ എനിക്ക് ഇബാദത്തെടുക്കണേ. ആ ഇബാദത്തിലെ ഏറ്റവും മഹത്വമുള്ള ഇബാദത്ത് അതാണ് 5 വഖത്ത് നിസ്കാരം കേട്ടോ. അതിൽ അല്ലാഹുവിനെ പുകഴ്ത്തൽ
ചൊല്ലലുണ്ട്, റബ്ബിന്റെ ഖുർആൻ ഓതലുണ്ട്, തസ്ബീഹുണ്ട്, ദിക്റുണ്ട്, ഹംദുണ്ട്, അങ്ങനെ പലതുമുള്ളതിന്റെ പുറമേ അതിലതാ ഹബീബായ നബിതങ്ങളെ പേരിൽ സലാത്തുണ്ട്, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സലാത്തുണ്ട്. അതിന്റെ ഒക്കെ പുറമേ ആ ലോക നേതാവില്ലേ, ആ നേതാവിനെ ലോകത്തിന്റെ വിവിധ മുക്കുമൂലകളിൽ കിടക്കുന്ന ഉമ്മത്തുകൾ, അനുയായികൾ നേരിൽ വിളിച്ച് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായവരെ അങ്ങയ്ക്ക് സലാം എന്ന് സലാം പറയലുണ്ട്. അതൊരു സാധാരണ നേതാവല്ലാത്തതിനാൽ അവിടുന്ന് പറഞ്ഞു മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹിസ്സലാം. എനിക്ക് നിങ്ങൾ എവിടുന്ന് സലാം പറഞ്ഞാലും ആ സലാം മടക്കാനുള്ള സംവിധാനം എനിക്ക് എന്റെ റബ്ബ് തരും. എന്റെ റൂഹിനെ മടക്കി തന്നിട്ടുണ്ടാകും. ഞാൻ നിങ്ങളെ സലാം മടക്കും. ഉമ്മത്തുകളെ എല്ലാവരും എഴുന്നേറ്റൊരു സലാം ചൊല്ലിക്കുക. നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. എന്നാൽ നിർബന്ധമായ സലാമാണ് നിസ്കാരത്തിൽ പറയുന്ന സലാം. അതും കൂടി ഉൾക്കൊള്ളുന്ന നിസ്കാരം. ആ നിസ്കാരം മുറക്ക് നിർവഹിക്കാതെ ദുഹർ ഖളാക്കിയാൽ ഏത് കല്യാണത്തിന്റെ തിരക്കിലാണെങ്കിലും ഉമ്മമാരെ, ഏത് പരിപാടിയുടെ തിരക്കിലാണെങ്കിലും ചെറുപ്പക്കാരെ, നിസ്കാരം ഖളാക്കിയാൽ നമ്മൾ അല്ലാഹുവിങ്കിൽ നിന്നകന്നുപോയി പടച്ച റബ്ബിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോകേണ്ടുന്ന, നമുക്കെല്ലാം വാങ്ങിത്തരേണ്ടുന്ന, എന്തിനധികം പറയണം, അന അവ്വലുമൻ യുഹരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കി ഉദ്ഘാടനം ചെയ്ത് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം നൽകേണ്ടുന്ന ഹബീബായ നബിതങ്ങൾക്ക് സലാം പറയാൻ അല്ല പറഞ്ഞ സമയത്ത് സലാം പറയാതെ കിടന്നുറങ്ങിയാൽ, ചുറ്റിക്കറങ്ങിയാൽ, കല്യാണം നടത്തിയാൽ, സമ്മേളനം നടത്തിയാൽ ഹബീബായ നബിതങ്ങളുമായി നമ്മൾ അകന്നു പോയില്ലേ? അതുകൊണ്ട് ഒരൊറ്റ നേരത്തെ നിസ്കാരം ജീവിതത്തിൽ ഖളാക്കുകയില്ലെന്ന് ഉറപ്പിക്കണം. അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സർവ ശരീരങ്ങളും മരണത്തെ രുചി നോക്കുന്നതാണ്. ഇവിടെ ഒരു രാജാവും ബാക്കിയാകൂല, ഒരു മുസ്ലിയാരും ബാക്കിയാകൂല. വഅദ് പറയുന്ന മുസ്ലിയാരല്ലേ, എല്ലാവരും സ്വാഗതം ഇങ്ങനെ പറയുകയല്ലേ. പക്ഷെ ഈ മുസ്ലിയാര് ബാക്കിയാകൂല. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും മെമ്പറും ജനറൽ ബോഡി മെമ്പറും അതേ ലോകത്തൊരാളും ബാക്കിയാകൂല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. സർവ മനുഷ്യരും മരണത്തെ രുചി നോക്കുന്നവരാണ്. സുമ്മ ഇലൈനാ തുർജഊൻ. മുഴുവൻ ആളുകളെയും പിന്നെ നമ്മളിലേക്ക് മടക്കപ്പെടും നബിയേ. അങ്ങനെ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന ആഗ്രഹത്തോടെ മരണത്തെ സ്വാഗതം ചെയ്യുന്ന ചില മഹാന്മാരുണ്ട്. ആ മഹാന്മാരായ ആളുകളെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ബുശ്റ ബിറിദ്വാനില്ലാഹി വകറാമതിഹി. പടച്ചവന്റെ പൊരുത്തം കൊണ്ടും അല്ല കൊടുക്കുന്ന കറാമത്ത് കൊണ്ടും മരിക്കുന്ന സമയത്ത് അവർക്ക് സന്തോഷം അറിയിക്കപ്പെട്ടു പോയി. മരണശേഷവും അവർക്ക് കറാമത്ത് തന്നെ.
ബഹുമതികൾ തന്നെ, സ്ഥാനമാനങ്ങൾ തന്നെ. മരിച്ചാൽ കഴിഞ്ഞു എന്ന വിശ്വാസം അബൂജഹലിന്റെ വിശ്വാസമാണ്. അതാരും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെ വിവരക്കേട് കൊണ്ടാരും ചോദ്യം ചെയ്യണ്ട. പക്ഷേ ഒരാൾ തെറ്റിദ്ധരിച്ച് സുന്നത്ത് ജമാഅത്ത് നിന്ന് പുറത്തു പോയാൽ അവരെ ശപിക്കലല്ല പണ്ഡിതന്മാരെ കർത്തവ്യം, അവരെ ചീത്ത പറയുകയല്ല പണ്ഡിതന്മാര് ചെയ്യേണ്ടത്. അവർ അത്വിബാഉൽ ഖുലൂബ്, അറിവില്ലാത്ത നിന്റെ പേരിൽ വഴിപിഴച്ചു പോയ കക്ഷികൾക്ക് അതാ ഡോക്ടർമാര് ക്ഷമിച്ച് സഹിച്ച് മരുന്ന് കൊടുക്കുന്നത് പോലെ തെറ്റിദ്ധരിച്ചവർക്ക് ഇൽമ് പറഞ്ഞുകൊടുത്ത് സൗമ്യമായി വിഷയം പറഞ്ഞുകൊടുത്ത് അവരെ നന്നാക്കിയെടുക്കുകയാണ് വേണ്ടത്. അതാണ് കർത്തവ്യം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്ത് ഇറങ്ങുമ്പോ പലരും സിറാജുൽ ഹുദയിലേക്ക് നേർച്ച സംഖ്യ തന്നു. ഞാൻ ആരോടും ചോദിച്ചതല്ല, ചോദിക്കുകയില്ല. ഇവിടത്തേക്കല്ലേ സംഭാവന ചോദിക്കേണ്ടത്? കുറ്റ്യാടിയിലേക്ക് സംഭാവന ചോദിക്കാനാണോ ഈ പരിപാടി? പക്ഷേ വരുമ്പോൾ നേർച്ച തന്നു, അതെന്നെ വക്കാലത്താക്കിയതാണ്, അവരവിടെ വന്ന് തരേണ്ടതാണ്. അത് ഞാൻ കീശയിലിട്ടു. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ജനങ്ങൾ സിറാജുൽ ഹുദക്ക് നേർച്ച ചെയ്തത്? 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു പോയ ജനങ്ങൾ. ഒരൊറ്റ പള്ളിയിലും അറബിയിൽ ഖുതുബയില്ല, ഒരൊറ്റ പള്ളിയിലും തറാവീഹ് 20 ഒരു സ്ഥലത്തും മരിച്ച വീട്ടിൽ ഖുർആനോത്തില്ല, ദുആ ഇല്ല, ഭക്ഷണം കൊടുക്കലില്ല. അവിടെ ഒരു 5 പൈസയും ശമ്പളം വാങ്ങാതെ അവിടെ പോയി ദിവസങ്ങളോളം വയല് പറഞ്ഞ് ആ സാധാരണക്കാരെയും ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, ശപിച്ചിട്ടില്ല. അവർക്ക് തെളിവുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അൽഹംദുലില്ലാഹ് 11 മഹല്ലുകളിലും പള്ളി ഉണ്ടാക്കി, 11 മഹല്ലുകളിലും മദ്രസ ഉണ്ടാക്കി. മദ്രസ നിറയെ ആളുകളാണ്. ഇന്നും എന്നെ അബ്ദുള്ള ഹാജി വിളിച്ചു. അബ്ദുള്ള ഹാജി അദ്ദേഹം ചെറിയ കുമ്പളം എന്ന സ്ഥലത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്, അവിടുത്തെ മുസ്ലിം ലീഗിന്റെയും ഭാരവാഹിയാണ്, സിറാജുൽ ഹുദയുടെ പള്ളിയുടെയും ഭാരവാഹിയാണ്. മണ്ണബ്ദുള്ള എന്ന് അയാളെ പറയാം, മണ്ണിന്റെ പണിയെടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അബ്ദുള്ള ഹാജി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് വികസിപ്പിക്കാൻ വേണ്ടി അവിടെ കുറച്ച് കൂട്ടിയെടുക്കാൻ വേണ്ടി എങ്ങനെ കൂട്ടിയെടുക്കേണ്ടത് എന്ന് ഇന്നും എന്നെ വിളിച്ച് ചോദിച്ചു. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അറിവില്ലാതെ പിഴച്ചുപോയവരെ ശപിക്കുകയല്ല വേണ്ടത്, തെറി പറയുകയല്ല വേണ്ടത്, അവർക്ക് തെളിവ് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം മുമ്പ് മലയാള പ്രസംഗത്തിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോയ ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബവും പലരും അങ്ങനെയായിരുന്നു. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന് ഇപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും അവർ പരിചരിക്കുകയാണ്. അവരത് നോക്കി നടക്കുകയാണ്. പള്ളികളിൽ സ്ഥലമില്ലാതെയാവുകയാണ്. ഇഖ്ലാസോടുകൂടെ നമ്മൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കേണ്ട കാലമാണ്. ഒരിക്കലും നമ്മൾ പരസ്പരം തെറ്റേണ്ട കാലമല്ല, കുറ്റം പറയേണ്ട കാലമല്ല, തെറി പറയേണ്ട കാലമല്ല. നമ്മൾ മുസ്ലിമീകൾ ഒരൊറ്റ മനസ്സോടെ സർവ പണ്ഡിതന്മാരെയും ആദരിച്ചും സയ്യിദന്മാരെ ബഹുമാനിച്ചും നാട്ടിലെ കാരണവന്മാരെ ആദരിച്ചും പരിഗണിച്ചും ഓരോ നാട്ടിലും 5 പൈസ ശമ്പളം വാങ്ങാതെ പള്ളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന കമ്മിറ്റിക്കാരില്ലേ, മദ്രസക്ക് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകരില്ലേ, ഉറൂസിൽ വന്നിട്ട് ഊണും ഉറക്കുമഴിച്ച് ഓടി നടന്ന് പ്രവർത്തിക്കുന്ന വളണ്ടിയർമാരില്ലേ, വഅദ് പറഞ്ഞ മുസ്ലിയാർ തിരിച്ചു പോകുമ്പോ ഒരുപക്ഷെ മുസ്ലിയാർക്ക് കാറിന്റെ വാടകക്ക് പുറമേ കീശയിൽ കാശും കൂടി കൊടുത്തു എന്ന് വരും. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു സ്ഥലത്തൊരു ചെറിയ സമയം 15 മിനിറ്റ് വരുമ്പോ സംസാരിച്ചു. അവിടെ പള്ളി തേച്ചിട്ടില്ല, മദ്രസക്ക് സ്ഥലമില്ല. ഞാൻ അവിടെ നിന്ന് നിങ്ങൾ ഈ മദ്രസക്ക് സ്ഥലമെടുക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചിറങ്ങുമ്പോൾ സംഘാടകരിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, കാറിന്റെ വാടകയിൽ നിന്ന് ചെറിയ സംഖ്യ ഡ്രൈവർ എടുത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇവിടുന്നും വാങ്ങണല്ലോ, എല്ലാവർക്കും ഒപ്പിച്ച
പിരിച്ചെടുക്കലല്ലേ ശരി. അങ്ങനെ ചെറിയ സംഖ്യ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞിട്ട് നല്ല 2000-ന്റെ കുറെ നോട്ട് കൊണ്ടെത്തുന്നു. ഞാൻ ആ നോട്ട് കിട്ടിയപ്പോ ഞാൻ ചോദിച്ചു എത്രയുണ്ട്? അദ്ദേഹം പറഞ്ഞു 5000 ഉണ്ട്. അതേ, ഞാൻ പറഞ്ഞു അത് ഞാൻ നിങ്ങളുടെ മദ്രസക്ക് എടുക്കുന്ന സ്ഥലത്തിന് തന്നു. എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയോ? അവിടെ അത്രയും പാവപ്പെട്ട ജനങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഞാനൊരു സൽക്കർമ്മം ചെയ്ത് പറയാനല്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ഏത് പാവപ്പെട്ടവരും പണ്ഡിതന്മാര് വന്ന് വാത് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ പണ്ഡിതന്മാരെ കീശയിൽ ക്യാഷ് ഇട്ട് കൊടുക്കുന്ന പതിവുണ്ട്. ആ പതിവ് നിങ്ങൾ നിർത്തണമെന്നല്ല പറഞ്ഞു. നന്നായി കൊടുത്തോളൂ, അതിനൊരു വിരോധവുമില്ല. പണ്ഡിതന്മാർക്കും അതാ ടയറിൽ കാറ്റടിക്കും പോലെ കാറ്റടിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ പണ്ഡിതന്റെ മനസ്സിൽ അത് കിട്ടണമെന്ന നിലക്ക് വാത് പറയാൻ പാടില്ല. അതിനു വേണ്ടി ദീന് നടത്താൻ പാടില്ല. അതേ, യുവാക്കൾ വളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത് അവർക്ക് അല്ലാഹു കൊടുത്ത ആരോഗ്യം അല്ലാഹുവിന്റെ ദീനിന് ചെലവഴിക്കുകയാണ്. അതുപോലെ മദ്രസ പള്ളി കമ്മിറ്റികൾക്ക് അധ്വാനിക്കുന്ന കമ്മിറ്റിക്കാർ 5 പൈസ ശമ്പളം വാങ്ങാതെ അവരുടെ സമയം നല്ല ബിസിനസിന്റെയും ജോലിയുടെയും സമയം അവർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. എങ്കിൽ പിന്നെ പണ്ഡിതന്മാർക്ക് അല്ലാഹു കൊടുത്തത് അറിവാണ്. ആ അറിവ് വിതരണം ചെയ്യണമെന്നൊരു ബോധം പണ്ഡിതന്മാർക്കും വേണ്ടേ? ثم لتسألن يومئذ عن النعيم. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മുഴുവനും അല്ലാഹുവിങ്കൽ ചോദ്യമില്ലേ? ചോദിക്കുമ്പോ മറുപടി എല്ലാവരും പറയേണ്ടതില്ലേ? ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളാരും മദ്രസയിലെ മുഅല്ലിമീങ്ങളെ ശമ്പളമൊന്നും കുറക്കല്ലേ. മദ്രസയിലെ മുഅല്ലിമീങ്ങൾ യാചകന്മാരായ നമ്മളെ സമുദായത്തിനാണ് അതിന്റെ നാണക്കേട്. അതുകൊണ്ട് മദ്രസയിലെ മുഅല്ലിമീങ്ങൾക്ക് നല്ല ശമ്പളം കൊടുക്കണം. അതുപോലെ പള്ളിയിലെ ഉസ്താദുമാർക്ക് നല്ല ശമ്പളം കൊടുക്കണം. അവർ അന്തസ്സോടെ ജീവിക്കണം. അവർ യാചകന്മാരാകാൻ പാടില്ല. അതേസമയത്ത് അവരുടെ ഖൽബിൽ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ഈ പണിയെടുക്കുന്നതിനുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. എല്ലാ രംഗവും ക്ലിയർ ആകേണ്ടതുണ്ട്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ നോട്ടം ഖൽബിലേക്കാണ്. അല്ലാഹുവിന്റെ നോട്ടം മനസ്സിലേക്കാണ്. ആ മനസ്സ് ക്ലിയറുണ്ടോ റബ്ബിന്റെ സഹായം കിട്ടും. അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ശേഷം പറയുകയാണ്, വല്ലദീന ആമനൂ, വിശ്വസിച്ച ജനങ്ങൾ, വഅമിലു സാലിഹാത്ത്, സൽകർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഖുറഫാ, അവരെ സ്വർഗത്തിൽ നല്ല വീടുകൾ റൂമുകളിൽ നമ്മൾ സ്ഥാനം കൊടുത്ത് താമസിപ്പിക്കുന്നു. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, വെയിലത്ത് ഉണങ്ങിപ്പോകുന്ന പുഴയല്ല, എന്നെന്നും ഒലിക്കുന്ന നല്ല നദികൾ ആ വീട്ടിന്റെ മാളികയുടെ താഴ്ഭാഗത്തുകൂടി ഒലിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ ഏത് നദിയുണ്ടാക്കിയാലും അതും വിട്ട് നിങ്ങളങ്ങ് പോകണ്ടേ. നിങ്ങളേത് മാളിക പണിതാലും മാളിക വിട്ട് ഖബറിൽ പോകണ്ടേ. നിങ്ങളേത് പവറുള്ള വണ്ടിയിൽ യാത്ര ചെയ്താലും ഒരു ദിവസം മയ്യിത്ത് കട്ടിലിൽ കയറണ്ടേ. എത്ര നല്ല ഡ്രസ്സ് ധരിച്ചാലും കഫന്തുണി കൊണ്ടൊരു ദിവസം പൊതിയണ്ടേ. എത്ര മുന്തിയ വാച്ച് കെട്ടിയാലും വാച്ചൊന്നൊരു ദിവസം അഴിച്ചു വെക്കണ്ടേ. എത്ര തന്നെ സ്വർണം ധരിച്ചാലും സ്വർണമൊന്ന് ഊരിവെക്കണ്ടേ. ഉമ്മമാരെ, ഇവിടെ വന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു, പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയുണ്ട് ഈ ഉറൂസ് കമ്മിറ്റിക്ക്, ഇവിടുത്തെ ഈ മഹല്ലിന്റെ കമ്മിറ്റിക്കെന്നറിഞ്ഞു. അൽഹംദുലില്ലാഹ്, അത്തരം നല്ല കാര്യത്തിന് സ്വർണം കൊടുക്കുന്ന ഉമ്മമാരില്ലേ, സ്വർണം കൊടുക്കുന്ന ജനങ്ങളില്ലേ, റബ്ബിന്റെ പൊരുത്തം കൊടുത്തു കരുതി കൊടുത്തോ. നമുക്ക് കിട്ടാനുള്ളത് തീരാത്ത കാലം, അവസാനിക്കാത്ത ലോകം, സ്വർഗമാണ്.
അല്ലാഹു പറയുന്നു ഖാലിദീന ഫിഹാ, സ്വർഗത്തിൽ അവർ കാലകാലം താമസിക്കുകയാണ്. നിഅമ അജ്റുൽ ആമിലീൻ, പടച്ചവന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം അത് വലിയ മഹത്വമേറിയ പ്രതിഫലം തന്നെ. അത്തരക്കാര സ്വഭാവം എന്താണ്? അല്ലദീന സബറൂ, അവരതാ മറ്റുള്ളവരൊക്കെ കള്ളു കുടിക്കാൻ പോകുമ്പോ, യുവാക്കള് മദ്യപാനത്തിന് ക്ഷണിക്കുമ്പോ മദ്യപിക്കാതെ ക്ഷമിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ പലിശ വാങ്ങുമ്പോ ആ പലിശ ലാഭം എനിക്ക് വേണ്ടെന്ന് വെക്കുകയാണ്. മറ്റു പലരും മന്യന്റെ ഹക്കെടുക്കുമ്പോ എനിക്കത് വേണ്ടെന്ന് വെക്കുകയാണ്. മറ്റു പലരും അതാ സുബഹിക്ക് എഴുന്നേൽക്കാൻ മടിക്കുമ്പോ നല്ല ക്ഷമയോടെ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. മറ്റു പലരും തെറ്റുകൾ പറയുമ്പോ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുമ്പോ അവനതിൽ പങ്കെടുക്കാതെ നാവിനെ ബന്ധാക്കി ക്ഷമിക്കുകയാണ്. അങ്ങനെ വല്ലദീന, അല്ലാഹു പറയാണ് അവരെ സ്വഭാവം അല്ലദീന സബറൂ, അവര് ക്ഷമിക്കുന്നവരാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവര് റബ്ബിന്റെ മേൽ എല്ലാം ഏൽപ്പിച്ചവരാണ്. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ. ആ റബ്ബിന്റെ മേല് സർവസ്വവും ഏൽപ്പിച്ചവരാണ്. റബ്ബേ, അത്തരത്തിലുള്ള മുത്തവക്കിലീകളായ അടിമകളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ ഈ സദസ്സ് നീ പൊരുത്തപ്പെട്ട സദസ്സാക്കണം റഹ്മാനേ. 4 മാസം 12 മാസങ്ങളിൽ പ്രത്യേകം പുണ്യമാസമാണ്. അതുകൊണ്ട് അതിനേ പുണ്യമുള്ളൂ എന്നർത്ഥമില്ല. 4 മാസമാണ് പുണ്യമാസമെങ്കിൽ അത് ഏതൊക്കെയാണ്? അത് ഒന്ന് മുഹറമാണ്, മറ്റൊന്ന് റജബാണ്, വേറെയൊന്ന് ദുൽഖഅദാണ്, മറ്റൊന്ന് ദുൽഹജ്ജാണ്. ഇത് കേൾക്കുമ്പോൾ അതേ അപ്പൊ റമദാനിന് പുണ്യമില്ലേ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കൂലല്ലോ. അതുപോലെ മുസ്ലിമീങ്ങൾ ഹബീബായ നബിതങ്ങളുടെ ജന്മമാസമായ റബീഉൽ അവ്വൽ 4 പെട്ടിട്ടില്ലല്ലോ എന്നവരാരും തെറ്റിദ്ധരിക്കില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമയം കൊണ്ട് ഇങ്ങോട്ട് ബഹുമാനം കിട്ടേണ്ട ആളല്ല. നബിതങ്ങൾ മുഖേന സമയത്തിനും ദിവസത്തിനും മാസത്തിനും അങ്ങോട്ട് ബഹുമാനം കിട്ടേണ്ട ആളാണ്. സർവസമയത്തെക്കാളും സർവമാസത്തെക്കാളും സർവ വ്യക്തികളെക്കാളും സർവസ്ഥലങ്ങളെക്കാളും കഅബ ശരീഫിനെക്കാളും എല്ലാറ്റിനെക്കാളും അല്ലാഹു ബഹുമാനിച്ചതാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതുകൊണ്ട് തെറ്റിദ്ധാരണ വേണ്ട. ഈ 4 റബീഉൽ അവ്വൽ ഇല്ലല്ലോ, റമദാൻ ഇല്ലല്ലോ, ശഅബാൻ ഇല്ലല്ലോ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഇതൊരു പ്രത്യേക പവിത്രതയാണ്. ആ പവിത്രത നൽകപ്പെട്ട 4 മാസങ്ങളിൽ ഒന്നാണല്ലോ റജബ്. ആ റജബിലാണല്ലോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അത് പടച്ച റബ്ബിന്റെ വലിയ ഒരു കാരുണ്യമാണ്. പടച്ച റബ്ബ് വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. മുഅ്മിനീങ്ങളോട് വല്ലാത്ത കാരുണ്യമാണ്. എല്ലാവരോടും അവന് കാരുണ്യമാണ്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലല്ലോ അല്ലാഹു തആല വെള്ളം കൊടുക്കുന്നത്, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ലല്ലോ ഭക്ഷണം കൊടുക്കുന്നത്, മുത്തഖീങ്ങൾക്ക് മാത്രമല്ലല്ലോ ഓക്സിജൻ നൽകുന്നത്. എല്ലാവർക്കും കൊടുക്കുന്ന രാജാവാണത്. അതിൽ നമുക്കൊരു പാഠവും കൂടിയുണ്ട്. എന്താണ് ആ പാഠം? മതത്തിന്റെ പേരിൽ നമ്മൾ ആക്രമിക്കേണ്ടതില്ല, ആക്രമിക്കാൻ പാടില്ല. വ്യത്യസ്ത വിശ്വാസക്കാരും കർമ്മക്കാരും ജീവിക്കുമ്പോൾ അവരാരും മതത്തിന്റെ പേരിൽ അറുകൊല നടത്തേണ്ടതില്ല, അറുകൊല നടത്താൻ പാടില്ല. മതത്തിന്റെ പേരിൽ ശണ്ട കൂടേണ്ടതില്ല, മതത്തിന്റെ പേരിൽ പരസ്പരം ആക്രമിക്കേണ്ടതില്ല, വർഗീയത കാണിക്കേണ്ടതില്ല, ആക്രമിക്കേണ്ടതില്ല, തീവ്രവാദം അതുപോലെ ഭീകരവാദം വളർത്തേണ്ടതില്ല. പോരാ, വളർത്തേണ്ടതില്ലെന്ന് പറഞ്ഞാൽ പോരാ,
ഇസ്ലാമിക നിയമമനുസരിച്ച് തീവ്രവാദം പച്ച ഹറാം, ഭീകരവാദം പച്ച ഹറാം, അക്രമങ്ങൾ പച്ച ഹറാം. ആരെയും ആക്രമിക്കാൻ പാടില്ല, ആരെയും ദ്രോഹിക്കാൻ പാടില്ല. ഒരു ശരിയായ മുസ്ലിം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മുസ്ലിം, ഒരു ശരിയായ മുസ്ലിം, മൻ സലിമന്നാസു മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കൈകൊണ്ട് വേറെ ജനങ്ങൾക്ക് ശല്യമില്ല, അവന്റെ നാവ് കൊണ്ട് വേറെ ജനങ്ങൾക്ക് ശല്യമില്ല. അതാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാവ് കൊണ്ടാരെയും ശല്യം ചെയ്യാത്തവനാണ് മുസ്ലിം, കൈകൊണ്ടാരെയും ശല്യം ചെയ്യാത്തവനാണ് മുസ്ലിം. അപ്പൊ ഒരു മുസ്ലിമായി ജീവിക്കാൻ ആരുണ്ടോ അവൻ മറ്റൊരാളെ നിന്ദിച്ച് സംസാരിക്കൂല, വേറെ ഒരാളെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കൂല, വേറെ ഒരാളെ അപമതിക്കൂല, ഇൻസൾട്ടാക്കൂല. അതെത്രത്തോളം എന്ന് പറയൂ? മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ളലമ മുആഹിദൻ, സൗഹാർദ്ദ കരാറിലായി ജീവിക്കുന്ന ഒരു അമുസ്ലിമിനെ വല്ലവനും ആക്രമിച്ചാൽ, അവിന്തഖസമിൻഹു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അമുസ്ലിമിനെ ഇടിച്ചു താഴ്ത്തി സംസാരിച്ചാൽ, ഒരമുസ്ലിമിനെ ഇൻസൾട്ടാക്കി സംസാരിച്ചാൽ, ഔ കല്ലഫഹു ഫൗഖ താഖതിഹി, അല്ലെങ്കിൽ അവന് സാധിക്കാത്ത കാര്യം അവനെ നിർബന്ധിച്ചാൽ. ഇത് മുസ്ലിമിനെ കുറിച്ചല്ല പറയുന്നത്. സൗഹാർദ്ദ കരാറിലായി സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവിടെയുള്ള അമുസ്ലിമീങ്ങളെ വല്ലവരും ആക്രമിച്ചാൽ, അല്ലെങ്കിൽ ഇൻസൾട്ടാക്കി സംസാരിച്ചാൽ, അല്ലെങ്കിൽ അവന്റെ അവകാശം പിടിച്ചെടുത്താൽ, ഔ അഖദ മിൻഹു ശൈഅൻ ബിഗൈരി തീബി നഫ്സിൻ, അവന്റെ മനസ്സംതൃപ്തിയില്ലാത്ത വിധം അവന്റെ വല്ലതും ഇവൻ കൈവശപ്പെടുത്തിയാൽ, ഔ കല്ലഫഹു ഫൗഖ താഖതിഹി, അല്ലെങ്കിൽ അവന് കഴിയാത്ത കാര്യം നിർബന്ധിപ്പിച്ച് ചെയ്യിച്ചാൽ, പടച്ചവന്റെ കോടതിയിൽ ആ മുസ്ലിമിനെതിരെ ഞാൻ സംസാരിക്കുന്നവനായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിമീങ്ങൾക്ക് തീവ്രവാദം, ഭീകരവാദം, അക്രമം, അനീതി, അങ്ങനെ തുടങ്ങിയിട്ട് ഇൻസൾട്ടാക്കി സംസാരിക്കൽ വരെ ഹബീബായ നബിതങ്ങൾ പ്രതിപക്ഷത്താകാൻ കാരണമാകുന്ന കടുത്ത ദുഷ്കർമ്മമാണ് കേട്ടോ. എന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്, ലോകമൊട്ടാകെ സൃഷ്ടിച്ച് സംവിധാനിച്ച് അടക്കി ഭരിക്കുന്ന രാജാവ്, ആ രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ അവന്റെ ഈമാനുള്ള തഖ്വയുള്ള സ്വർഗാവകാശികളായ മുഅ്മിനീങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്, അവനെ കാണാൻ ഒരവസരം ലഭിക്കുന്നതാണ്. അല്ലാഹ്, ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തെറ്റ് വന്നിട്ടുണ്ടാകാം, ഞങ്ങളെ കാതുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടാകാം, ഞങ്ങളെ നാവ് കൊണ്ട് തെറ്റ് വന്നിട്ടുണ്ടാകാം, ഞങ്ങളെ ശരീരങ്ങളും ഞങ്ങളെ മനസ്സും ഞങ്ങളെ അവയവങ്ങളുമൊക്കെ തെറ്റിൽ അവശേഷിച്ചിട്ടുണ്ടാകാം. ഞങ്ങളാരും മലക്കുകളല്ലല്ലോ അല്ലാഹ്, അമ്പിയാക്കളല്ലല്ലോ അല്ലാഹ്, ആഖിറുസമാനിലെ ചണ്ടിജവറുകളാണ് അല്ലാഹ്. ഞങ്ങളിലോ ഞങ്ങളെ ബാപ്പമാരിലോ ഉസ്താദുമാരിലോ ശിഷ്യന്മാരിലോ ഞങ്ങളെ സ്നേഹിച്ച ഏതൊരു മൂമിനത്തിൽ നിന്ന് എന്ത് തെറ്റുകുറ്റം വന്നുപോയോ, ഞങ്ങൾ
ഞങ്ങൾക്ക് എന്ത് തെറ്റു വന്നു പോയോ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളെ പഠിച്ച് പോറ്റി വളർത്തി വെള്ളം തന്ന രാജാവല്ലേ നീ, ഭക്ഷണം തന്ന രാജാവല്ലേ നീ, ഓക്സിജൻ തന്നവനല്ലേ നീ, ഈ വാലിന്റെ സദസ്സിൽ കൊണ്ടുവന്ന് നിർത്തിയവനല്ലേ നീ, വാല് കേൾക്കാൻ ജനങ്ങളെ എത്തിച്ചവനല്ലേ നീ. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ലിഖാഇനെ ഇവിടെ കിടക്കുന്ന മഹാന്മാരെ ബറക്കത്തുണ്ട് ഞങ്ങളെ സദസ്സിൽ ദുആക്ക് ഉത്തരമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗുണം കൊണ്ട്, ഇല്ലെങ്കിൽ ചെറിയ പിഞ്ചുമക്കൾ അവരുടെ ചെറിയ കൈകളും വിരലുകളും നിന്നിലേക്ക് ഉയർത്തിയിട്ടുണ്ടല്ലോ, ആ മക്കളെ കൈയിന്റെ ഗുണം കൊണ്ട് ഞങ്ങൾക്ക് നിന്നെ കാണാൻ അവസരം തരണേ അല്ലാ. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദരി. 14-ാം രാവിന്റെ ചന്ദ്രനെ കാണാൻ നിങ്ങൾ ആരും തിക്കും തിരക്കും കൂട്ടാത്തതുപോലെ യാതൊരു തിക്കും തിരക്കുമില്ലാതെ സ്വർഗത്തിൽ സൗകര്യപൂർവം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ നിശ്ചയം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫി വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി ഫയൻസൗന النعيم إذا رأوه فيا خسران أهل الاعتزال. അതൊരു വല്ലാത്ത രംഗമാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹുവിനെ കാണുന്ന രംഗം, സ്വർഗം, അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. പക്ഷെ ആ സ്വർഗത്തിലെ സ്വർഗം മുഴുവൻ സുഖാനുഭൂതികളും മനുഷ്യൻ വിസ്മരിക്കുന്ന സമയം അല്ലാഹുവിനെ കാണുന്ന സന്തോഷത്തിലാണ് കേട്ടോ. അതിന് ഇവിടെ ഈ ഭൂമിയിൽ ആർക്കും അവസരം കൊടുത്തിട്ടില്ല. അത് കൊടുത്ത ഒരേ ഒരു വ്യക്തിയാണ് അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ട മാസമാണ് റജബ്. നമ്മൾ റജബിലല്ലേ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവിന്റെ ആയിരക്കണക്കിന് കാരുണ്യങ്ങൾ, വളരെ വലിയ ഒരനുഗ്രഹമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കൊല്ലത്തിന്റെ തുടക്കത്തിൽ ഒരു പവിത്ര മാസം തന്നു, അതാണ് മുഹറം. കൊല്ലത്തിന്റെ മധ്യത്തിൽ ഒരു പവിത്ര മാസം തന്നു, അതാണ് റജബ്. കൊല്ലത്തിന്റെ അവസാനമല്ലേ കൂടുതൽ നന്നാകേണ്ടത്. അവിടെ 2 മാസം തന്നു, പവിത്ര മാസം ദുൽഖഅദ്, ദുൽഹജ്ജ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പവിത്ര മാസം റബ്ബ് തന്നത് എന്തിനാണ്? നമ്മളൊന്ന് റബ്ബിലേക്ക് അടുക്കാനാണ്, നമ്മുടെ കറകൾ കഴുകി വൃത്തിയാക്കാനാണ്, റബ്ബിലേക്ക് മനസ്സ് തിരിക്കാനാണ്, റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ പ്രതിജ്ഞ പുതുക്കാനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ 4 പവിത്ര മാസങ്ങളെ ഈ വിധത്തിൽ തന്നിട്ടുള്ളത്. ആ മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട റജബ്. ആ റജബ് മാസം എന്റെ ഉമ്മമാർക്കറിയാമല്ലോ, ചെറുപ്പക്കാർക്കറിയാമല്ലോ. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു ജല്ല ജലാലുഹു ഏറ്റവും പ്രധാനപ്പെട്ട മലക്കിനെ പറഞ്ഞേച്ച് അതാ അല്ലാഹു നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, റബ്ബിന്റെ വീട്ടിലേക്ക് ഹജ്ജിന് വേണ്ടി റബ്ബ് വിളിച്ചുകൊണ്ട് അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. മലക്കുകളുടെ പ്രത്യേകതയല്ലേ ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതിരിക്കൽ, ശഹ്വത്ത് വീട്ടാതിരിക്കൽ. അവർക്കത് വേണ്ടല്ലോ.
ആ മലക്കുകളുടെ സ്ഥാനം അതാ ജീവിതത്തിൽ പകർത്തുന്ന രംഗമല്ലേ നോമ്പ്. അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ സ്വത്ത് അതാ പാവപ്പെട്ടവർക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമല്ലേ സക്കാത്ത്. അതേ, ഇങ്ങനെ ഷഹാദത്ത് കലിമയടക്കം ഇസ്ലാമിലെ 5 കാര്യങ്ങൾ ഉണ്ടായിട്ട് അതെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇങ്ങോട്ട് കൊടുത്തേച്ചതാണെങ്കിൽ ആ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേച്ച് അതാ പ്രത്യേകം ആദരിച്ച ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദറു ഫീ ദജിമ്മി നള്ളുലമി വബിത തർഖായില അന്നിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറബി. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിക്കുക. മൗലായ സ്വല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും പോകുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ സിയാറത്ത് അടക്കം സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് ആകാശ ലോകങ്ങളിൽ മുഴുക്കയും കൊണ്ടുപോയി. ഖുർആൻ പറഞ്ഞില്ലേ, വലഖദ് റആഹു നസിലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സാഗൽ ബസറു വമാ തവാ. അലങ്കാരം തന്നെ, ഭംഗി കൂട്ടല് തന്നെ, അത്ഭുതങ്ങൾ തന്നെ. പോകുന്ന വഴിക്ക് വഫാത്തായ അമ്പിയാക്കൾ ഭൂമിയിലേക്ക് വന്ന് നബിതങ്ങളെ പിന്നിൽ നിസ്കരിക്കലും തന്നെ. അമ്പിയാക്കളോട് ചോദ്യവും മറുപടിയും അങ്ങനെ പലതും പലതും കഴിഞ്ഞ ആകാശലോകത്ത് ചൊല്ലുമ്പോ വഖദ്ദമതിക ജമീഉൽ അംബിയാഇ ബിഹിം വറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി. സ്വീകരിക്കാൻ അമ്പിയാക്കൾ ആകാശലോകത്തും മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് പിന്നെ ഒന്നിനും കഴിയില്ലെന്ന് വിവരമില്ലാത്തവര് പറയാറുണ്ട്. സുഹൃത്തുക്കളെ, പ്ലെയിനില്ലാതെ ആകാശത്തിലെത്താൻ കഴിയുന്നു, അതേ വാഹനമില്ലാതെ മസ്ജിദുൽ അഖ്സയിലെത്തുന്നു, അവിടെ നിസ്കാരം നിർവഹിക്കുന്നു, ഉപരിമണ്ഡലത്തിൽ വെച്ച് നബിതങ്ങളുമായി അവര് സംഭാഷണം നടത്തുന്നു. അതൊക്കെ വഫാത്തിന്റെ ശേഷമല്ലേ? അങ്ങനെ പലതും പലതും നടന്നതിന് ശേഷം അല്ലാഹു നിശ്ചയിച്ച ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തുകയും റബ്ബ് സുബ്ഹാനഹു വ തആല കാണാൻ അല്ലാഹു അവസരം നൽകുകയും ചെയ്തുകൊണ്ട് അല്ലാഹു തആല പ്രത്യേകം ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി കൊടുത്ത അമല് അത് നിസ്കാരമാണ്. മുസ്ലിമീങ്ങളെ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയം നിശ്ചയിക്കപ്പെട്ട 5 നേരത്തെ നിസ്കാരം. അതുകൊണ്ട് പാറപ്പള്ളിയിൽ റൂസിന് വാളിന് വന്ന മുസ്ലിം സഹോദരിമാരെ, യുവാക്കളെ, കാരണവന്മാരെ, ആ നിസ്കാരം റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങ് സൽക്കാരത്തിന് കൊണ്ടുപോയതുപോലെ കൊണ്ടുപോയി പ്രിയപ്പെട്ട നബി മുഖേന അനുയായികളായ നമുക്ക് കൊടുത്തയച്ചതാണെങ്കിൽ ആ നിസ്കാരം 5 വക്ത് കൃത്യമായി നിസ്കരിക്കാത്തവൻ പിന്നെ എന്ത് മുസ്ലിമാണ്, എന്ത് ദീനാണ്? നിങ്ങളൊക്കെ സുന്നികളാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ റൂസിന് വരില്ലല്ലോ. പക്ഷേ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ അവരേത് സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ഏത് സംഘടനയിൽ മെമ്പറായാലും
പോയാലും സുന്നത്ത് ജമാഅത്ത് ഒന്നാണ് കേട്ടോ. ആ സുന്നത്ത് ജമാഅത്തിലുള്ള മോമിനീങ്ങൾ സ്വർഗത്തിലെത്തലാണ്, പഠിക്കലാണ് പണ്ഡിതന്മാരെ കർത്തവ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഗീബത്തല്ല പറയേണ്ടത്, നിങ്ങളോട് നമീമത്തല്ല പറയേണ്ടത്, നിങ്ങളോട് കളവല്ല പറയേണ്ടത്, നിങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന വാക്കല്ല പണ്ഡിതന്മാര് പറയേണ്ടത്. എപ്പോഴും നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ളതല്ലേ പറയേണ്ടത്. എന്നാൽ അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു അസ്സലാ, പടച്ചവന്റെ അടുക്കൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം അത് നിസ്കാരമാണ്. മുസ്ലിമീങ്ങളെ, ചില ആളുകളുണ്ട് പള്ളിക്ക് ധാരാളം ധർമ്മം ചെയ്യും, അതേ മദ്രസക്ക് ധാരാളം ധർമ്മം ചെയ്യും, പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ധാരാളം ധർമ്മം ചെയ്യും. അതൊക്കെ വേണ്ടത് തന്നെ. ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും, സയ്യിദന്മാരെ ബഹുമാനിക്കും, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കും, എല്ലാം വേണ്ടത് തന്നെ. സർവരംഗങ്ങളിലും മുന്നിലുണ്ടാകും. പക്ഷേ സുബഹിന്റെ സമയത്ത് അതാ പടച്ചവന്റെ വീട്ടിൽ വെച്ച് അള്ളാന്റെ പേരും പറഞ്ഞ് ഹയ്യ അലസ്സലാ, നിസ്കരിക്കാൻ വരൂ എന്ന് പറയുമ്പോ ഉറക്കം കൊടുത്ത രാജാവിനെ ഓർമ്മിക്കാതെ, ഉണർവ് കൊടുത്ത റബ്ബിനെ ഓർമ്മിക്കാതെ അപ്പുറത്തില്ലേ ഉറക്കം കിട്ടാതെ കാസർഗോഡ് ടൗണിലൂടെ പാതിരക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളില്ലേ, ഉറക്കം കിട്ടാതെ വേദന കൊണ്ട് പൊളിയുന്ന രോഗികളില്ലേ, അതൊന്നും തരാതെ സുഖമായി കിടക്കാനുള്ള സൗകര്യം തരുന്ന റബ്ബ്, ആ റബ്ബിന്റെ വീട്ടിൽ നിസ്കരിക്കാൻ വരൂ എന്ന് വിളിക്കുമ്പോൾ ഉറക്ക് തെളിയിക്കാനുള്ള അലാരമുള്ള ടെലിഫോൺ കയ്യിലുണ്ട്, ടൈം പീസ് കയ്യിലുണ്ട്, ആ ബാങ്ക് ചിലപ്പോ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് വീണ്ടും ഉറങ്ങുന്നവനില്ലേ, അവന്റെ ചവിട്ടിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. സംശയമില്ല, ബുഖാരിയിലെ ഹദീസാണ് കേട്ടോ. അവന്റെ ചെവിട്ടിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു. അവന്റെ ചെവിട് ശൈത്താനിന്റെ ക്ലോസറ്റാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ കഠിന ശത്രുവായ ശൈത്താനിന് മൂത്രമൊഴിക്കാൻ കാതും പിടിച്ച് കിടന്നു കൊടുക്കുന്ന ഒരു അധപ്പതനം നമുക്കുണ്ടാകാൻ പറ്റുമോ യുവാക്കളെ, കാരണവന്മാരെ, മോമിനാത്തുകളെ? അതുകൊണ്ട് പറയട്ടെ, ഇവിടെ കിടക്കുന്ന മഹാന്മാരെ സദസ്സിൽ വന്നവർ, ഞാൻ അവരുടെ കാൽക്കൽ വന്നത് ബർക്കത്തിനാണ്, ഞാൻ അവരുടെ മുന്നിൽ വന്നത് അവരുടെ പൊരുത്തത്തിനാണ്. നിങ്ങളും വന്നത് അങ്ങനെ തന്നെയാണ്, എന്റെ ഭംഗി കാണാനല്ല. എങ്കിൽ പറയട്ടെ, ആ മഹാന്മാരുടെ അടുക്കൽ ചെന്ന് നമ്മൾ സലാം പറയുമ്പോ അവര് സലാം മടക്കണമെങ്കിൽ പോലും നമ്മൾ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണേ. ഈ റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് 5 വക്ത് നിസ്കാരം. അത് ഇഷ്ടമുള്ളപ്പോൾ നിസ്കരിക്കാനല്ല പറഞ്ഞത്. കിതാബ് മൗഖൂത്ത, സഭയിൽ നിശ്ചയിക്കപ്പെട്ട നിർബന്ധം നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തണം. നിങ്ങൾ നോക്ക്, ഇന്നത്തെ ഒരു അസ്ർ നിസ്കാരം ഒരാൾ നഷ്ടപ്പെടുത്തി, നിസ്കാരം ഖളാക്കി. മഗ്രിബിന്റെ ശേഷം ഒരു നിക്കാഹ് നടക്കുകയാണ്, അദ്ദേഹത്തിന് സാക്ഷിക്കിരിക്കാൻ പറ്റൂല. മഗ്രിബിന്റെ ശേഷം ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയിൽ ഒരു കേസ് വരികയാണ്, അയാൾ സാക്ഷിക്ക് പറ്റൂല. ഉസ്താദേ, അസർ ഖളാ വീട്ടിയിട്ടുണ്ട്, പഠിച്ചവരോട് കരഞ്ഞ് തൗബ ചെയ്തിട്ടുണ്ട്, എന്നാലും പറ്റൂല. എന്നാ ഒരാഴ്ച കഴിഞ്ഞാൽ പറ്റുമോ? ഒരാഴ്ച കഴിഞ്ഞാലും പറ്റൂല. എന്നാ ഒരു മാസം കഴിഞ്ഞാൽ പറ്റുമോ? ഒരു മാസം കഴിഞ്ഞാലും പറ്റൂല. അയാളെ ഇനി ഇസ്ലാമിന്റെ കോടതിയിൽ സാക്ഷിക്കെടുക്കണമെങ്കിൽ അടുത്ത കൊല്ലം ഈ ദിവസം വരെ ഒരൊറ്റ നിസ്കാരം ഖളാക്കാതിരിക്കണം. എങ്കിൽ പിന്നെ നിസ്കാരത്തിന്റെ ഗൗരവം ഇത്രയാണ്. കൊണ്ട് മുസ്ലിമീങ്ങളെ, കൃത്യമായി നിസ്കരിക്കണം.
ഞാൻ പറയട്ടെ, അല്ലാഹു ജല്ല ജലാലുഹു തന്ന ഈ മഹത്തായ മാസത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു അല്ലാഹുവിന്റെ ഹബീബിന് കാണാൻ അവസരം കൊടുത്തു. എന്നിട്ട് അതാ അവിടുത്തെ അടിമകളായ പടച്ചവന്റെ മോമിനീങ്ങളായ അടിമകള്, ആ അടിമകളോട് എന്തൊരു സ്നേഹമാ റബ്ബിന്. അതുകൊണ്ടല്ലേ റബ്ബിന്റെ വിളി കേട്ടില്ലേ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ച ആയത്ത്, യാ ഇബാദിയല്ലദീന ആമനൂ, മോമിനീങ്ങളായ അടിമകളെ, എന്റെ അടിമകളെ. മോമിനീങ്ങളെ അല്ലാഹുവിലേക്ക് ചേർത്ത് പറയാണ്. അങ്ങനല്ലേ എന്റെ മോന് നീ നമ്മൾ പറയപ്പോഴാ സ്നേഹിക്കുമ്പോ നല്ല മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങിയാൽ ആ എന്റെ മോനാണ് റാങ്ക്. നേരെ മറിച്ച് സ്വന്തം മകന് അങ്ങാടി നീ വികൃതി കളിച്ച് എന്നിട്ട് ആരോ ഒരാൾ വന്ന് ആക്ഷേപം പറഞ്ഞ് വെറുപ്പോടുകൂടി പുറക്ക് പോയാല് ഭാര്യനോട് നമ്മൾ പറയാ നിന്റെ മോനെടുത്ത പണി അറിയോ? എന്റെ മോനാന്ന് പറയൂല, നിന്റെ മോനെടുത്ത പണി അറിയോ? അല്ലേ? സ്നേഹം ഉണ്ടെങ്കിലല്ലേ എന്റെ മോന്ന് പറയുള്ളൂ. സ്വാഭാവികല്ലേ? ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ സദസ്സിലേക്ക് ദൂരെയുള്ളവരടുത്ത് വരണം. ചെറുപ്പക്കാര് നിൽക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ക്ഷമ വേണം, നല്ല ക്ഷമ. അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കണം, അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കണം, അള്ളാഹുവിന്റെ മേൽ ഏൽപ്പിക്കണം. സുഹൃത്തുക്കളെ, ഞാനിവിടെ കയറി വന്നപ്പോ നമ്മുടെ പ്രസിഡന്റ് ഖാലിദ് സാഹിബ് അല്ലേ, നേരത്തെ ഷാർജയിൽ നിന്ന് പരിചയമുള്ള ആളാണ്, എന്നോട് പറഞ്ഞു ഈ ജമാഅത്തിന്റെ കീഴിൽ സ്കൂൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അല്ലേ? ജമാഅത്തിന്റെ കീഴിൽ സ്കൂൾ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മൾ മുസ്ലിം സമുദായം നന്നായി ഖുർആൻ പഠിക്കണം, നന്നായി ദീൻ പഠിക്കണം. അതേ സമയത്ത് തന്നെ വിദ്യാഭ്യാസ രംഗത്തും നന്നായി നമ്മൾ ഉയരണം. കുട്ടികളൊക്കെ നല്ല പഠനം വേണം. നല്ല പരിപാടിയാണ് സ്കൂൾ നടത്തും. അങ്ങനെ സ്കൂൾ നടത്തുമ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ മക്കളെ നമ്മുടെ ദീനും കൂടി പഠിക്കാനും ദീനനുസരിച്ച് ജീവിക്കാനും സൗകര്യമുള്ള സ്കൂളുകളിൽ കുട്ടികളെ ചേർത്താൽ നമ്മളെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോവില്ല. കുട്ടികൾ ഇസ്ലാമിന്റെ ആചാരങ്ങളും ഇസ്ലാമിന്റെ മര്യാദകളും ഒക്കെ പാലിക്കും. അതിന്റെ പുറമെ അൽഹംദുലില്ലാഹ് ഈ കൊല്ലം സിറാജുൽ 9 സ്കൂളുണ്ട്. അതിൽ ഒരു സ്കൂളിൽ അൽഹംദുലില്ലാഹ് ഈ കൊല്ലം ഒരു സ്കൂളിലെ കുറച്ച് സ്കൂൾ ഇവളവിടെ ഒറ്റക്കായി പോകും. അത് പോയിട്ട് ഇടിക്കുന്ന വേറൊരു കാറിൽ യാത്ര ചെയ്യുന്നവൻ അപകടം, അതിന്റെ പുറമെ കാറിലൊന്നും കയറാതെ വഴി നടന്നു പോകുന്നവൻ അപകടം. ഈ അപകടമൊക്കെ കണ്ടു നിൽക്കുന്ന പീഡിയക്കാരൻ അവന്റെ പീഡിയ കച്ചവടം ഇട്ടിട്ട് ഇവരെയും കൂടെ ആസ്പത്രിയിൽ പോകേണ്ട അപകടം അവരിക്കും. എല്ലാവർക്കും അപകടം. ഒരുത്തനാ കള്ളു കുടിച്ചത് ഒരുത്തനാണ്, അപകടം എല്ലാവർക്കും അല്ലേ? അതുകൊണ്ട് തന്നെ തെറ്റുകൾ, ആ തെറ്റുകളിൽ സമൂഹത്തെ നന്മകളിലേക്ക് നയിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങൾ വേണം, ഉത്ബോധനങ്ങൾ വേണം. നമ്മളെ ഉമ്മത്ത് വളരണം, വളരെ ഉയരണം. നമ്മളെ എല്ലാ മഹല്ല് കമ്മിറ്റികളും വളരണം, ഉയരണം. എല്ലാ പണ്ഡിതന്മാരും ഉയരണം. നമ്മളിങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും കുറ്റം പറഞ്ഞും അങ്ങോട്ടിങ്ങോട്ടും കുറ്റവും കുറവും നോക്കി നടന്നും അതിങ്ങനെ പറഞ്ഞും നമ്മളെ സമുദായം നശിച്ചുകൂടാ, നമ്മുടെ സമുദായം ഭീഷണിയിലകപ്പെട്ടുകൂടാ. നമ്മുടെ സമുദായം ഒറ്റക്കെട്ടായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന സർവ്വ പണ്ഡിതന്മാരും സർവ്വ മുഅ്മിനീകളും ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച മുഅ്മിനീങ്ങളാണ് എന്ന നിലക്ക് നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി തഖ്വയുണ്ടാക്കാൻ മദ്യത്തിനെതിരെ, പലിശക്കെതിരെ, അക്രമത്തിനെതിരെ, ഭീകരവാദത്തിനെതിരെ, വർഗീയതക്കെതിരെ, അതേ നാട്ടിൽ നല്ലത് ചെയ്യുന്നവരെ ആദരിക്കാൻ കുട്ടികൾക്ക് പഠിപ്പിക്കണം, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, കുടുംബത്തോട് ആദരവ് കാണിക്കാൻ, കുടുംബ
ആത്മബന്ധം ചേർക്കാൻ പഠിപ്പിക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യാൻ പഠിപ്പിക്കണം, ഉമ്മബാപ്പമാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. ഞാനിപ്പോഴതൊന്നും കടക്കുന്നില്ല, സങ്കടം പലതും ഇങ്ങനെ മനസ്സിൽ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ബാപ്പ വന്ന് വിങ്ങി പൊട്ടിക്കരയാണ്. കാരണം ചോദിച്ചപ്പോഴെന്താണ്, മകള് 11:30 മണിക്ക് ഫോൺ ചെയ്യുമ്പോ ഉമ്മ പോയി ഫോൺ വാങ്ങി നോക്കുമ്പോ വേറെ ഒരു പുരുഷനായ കുട്ടിയുമായി സംസാരമാണ്. SSLCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. ബാപ്പ സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടുകയാണ്. അത് കഴിഞ്ഞ് ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരാൾ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്ത് പറയുന്നു, എന്റെ മകളുടെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, കുടുംബങ്ങളെല്ലാം കൂടി നിശ്ചയിച്ചു, പക്ഷേ അവൾ ആദ്യമൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ അവൾ പറയുന്നു, എനിക്കവൻ വേണ്ട, എനിക്ക് സ്കൂളിൽ നിന്ന് വേറൊരുത്തനുമായി ബന്ധമുണ്ട്, ഞങ്ങൾ വഷളായി ഉസ്താദേ. അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. എന്തൊരു അധപ്പതനമാണ് ഈ സമുദായത്തിന് വന്നത്. അതിനൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യണ്ടേ, നമ്മളെ സമുദായത്തിനെ കരകയറ്റണ്ടേ. നമ്മൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നവരും തെറി പറയുന്നവരും നിസ്സാരപ്പെടുത്തുന്നവരുമായി പോയാൽ, ഇൽമ് കേൾക്കേണ്ട സദസ്സുകളിൽ ആലിമീങ്ങളെ നാവുകളിൽ പരസ്പരം ഗീബത്തും നമീമത്തും കേട്ടുപോയാൽ ഈ സമുദായം നശിക്കൂലേ? എല്ലാവരെ ഈമാനും തഖ്വയും തകരൂലേ? അതുകൊണ്ട് ആലിമീകളും യോജിക്കണം, മുഅ്മിനീങ്ങളും യോജിക്കണം, ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റിയതല്ലേ ഇത്? അവിടുത്തെ തലയിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ച് പോറ്റിയതല്ലേ ഇത്? കാലിൽ നിന്ന് രക്തം പൊട്ടിയൊലിച്ച് പോറ്റിയതല്ലേ ഇത്? നാടും വീടും വിട്ട് പോറ്റിയതല്ലേ ഈ ദീൻ? ഇത് തകരുന്നത് നമ്മൾ മുഖേനയാകാൻ പറ്റുമോ? നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? അവിടുത്തെ ശഫാഅത്ത് കിട്ടണ്ടയോ? അവിടുന്ന് സ്വർഗമുദ്ഘാടനത്തിന് വരുമ്പോ അവിടെ ഒന്ന് പങ്കുചേരണ്ടയോ? അതുകൊണ്ട് ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ നമ്മുടെ സദസ്സുകളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ ഉറൂസുകളും വാദുകളും ഒക്കെ നിമിത്തമാകട്ടെ. പടച്ച റബ്ബേ, ഞങ്ങളെല്ലാവരെയും സർവ്വഭൂമികളെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾ ഫലസ്തീനിൽ ബുദ്ധിമുട്ടുന്നു, യമനിൽ കൊല്ലപ്പെടുന്നു, ലോകമെമ്പാടും ഈ ഉമ്മത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഈ ഉമ്മത്തിന് നിന്റെ സഹായം നൽകണേ അല്ലാ, നിന്റെ കാരുണ്യം നൽകണേ അല്ലാ. ഈ ഉമ്മത്തിന് നല്ലത് മാത്രം തോന്നിപ്പിക്കണേ അല്ലാ. ഞാനെന്റെ വാക്കുകൾ നിർത്തുന്നു. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് നിങ്ങളെല്ലാവരും സഹായിക്കണം. പ്രായം ഇങ്ങനെ ആകുന്നില്ലേ, അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കാനൊന്നും ഇപ്പൊ കഴിയില്ല. നാളെയാണെങ്കിൽ രാവിലെ മുതൽ കർണാടകയിൽ എത്രയോ പരിപാടി, രാവിലെ 8 മണിക്ക് 9 മണിക്ക് 10 മണിക്ക് ഇങ്ങനെ തീർച്ച കുടുംബത്തിനുള്ള ബർക്കത്ത് തീയട്ടെ. ഒന്നായിട്ട് ദ്വാരക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ?